എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു മഞ്ചൂരിയൻ ഉണ്ടാക്കിയാലോ? കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടമാണ് അല്ലേ? ഗോബി മഞ്ചൂരിയൻ ആയാലും ചിക്കൻ മഞ്ചൂരിയൻ ആയാലും ഒക്കെ നമ്മൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. അപ്പോൾ അത് വെച്ചിട്ടൊന്നല്ല ഞാൻ ഉണ്ടാക്കുന്നത്, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മഞ്ചൂരിയനാണ്. സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. ഇത് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ്. ഞാൻ 2 സവോള എടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി തോലൊക്കെ കളഞ്ഞ് എടുത്തതാണ്. ഇനി ഇതിൽ ഒരെണ്ണം എടുത്ത് നമ്മൾക്കിതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. ഇത് ഇപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് മിക്സിയുടെ ജാറിൽ ചെറുതായി കഷ്ണങ്ങളാക്കി ഇട്ടതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ചെറിയതായിട്ട് കിട്ടണം, നമുക്ക് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കിട്ടണം. പിന്നെ ഒന്ന് നീളത്തിൽ നേർങ്ങനെ അരിഞ്ഞു എടുക്കണം. ഇതുപോലെ നേർത്ത പാളികളായിട്ട് അരിഞ്ഞു എടുക്കണം. അപ്പം ഞാൻ ഈ 2 സവോള ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾക്കിതിന് ഈ 2 സവോള മാത്രം മതി കേട്ടോ. കണ്ട ഇതുപോലെ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് ഗരം മസാല, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂണ് മൈദയും 1.5 ടേബിൾ സ്പൂണ് അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. അരിപ്പൊടി വറുത്തതല്ല, പച്ച അരിപ്പൊടി തന്നെയാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കണം. ആദ്യം എല്ലാം നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക. നമ്മുടെ സവോളയിൽ ഈ നമ്മൾ ചേർത്ത മാവും നല്ലപോലെ പിടിക്കണം. അതിനുശേഷം ഇതിലേക്ക് 1 സ്പൂണ് വീതം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറേ വെള്ളം ഒഴിക്കരുത്, അപ്പോൾ നമ്മൾക്കിത് ശരിയായി കിട്ടില്ല. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഓരോ സ്പൂണ് വീതം ഒഴിച്ചിട്ട് നമ്മുടെ പാകത്തിനാക്കി എടുക്കണം. നമുക്ക് ഉരുളകളാക്കി ഇത് എടുക്കേണ്ടതാണ്. അപ്പോൾ ആ പാകത്തിനായിട്ട് നമ്മൾ ചെയ്തെടുക്കണം. കയ്യിൽ വെച്ചിട്ട് ഒന്ന് നമ്മൾ പ്രസ് ചെയ്യാതെ ലൂസാക്കി വെച്ചിട്ട് കയ്യിൽ വെച്ചിട്ട് ഉരുളകളാക്കി എടുക്കണം. ഇതുപോലെ നല്ലപോലെ കൈ വെച്ചിട്ട് അമർത്തരുത്, ഇതുപോലെ കയ്യിലിട്ടിട്ട് ഉരുളകളാക്കി എടുക്കുക. നല്ലപോലെ അമർത്തി നമ്മൾ ഉരുളകളാക്കി എടുത്താൽ വേഗം ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മളുടെ ഈ മഞ്ചൂരിയൻ്റെ ഉള്ളു വെന്ത് കിട്ടില്ല. അപ്പം എല്ലാം ഞാൻ ഇതുപോലെ ഉരുളകളാക്കി എടുക്കുകയാണ്. അപ്പോൾ എല്ലാം ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് എണ്ണയിലിട്ട് നമുക്ക് വറുത്തെടുക്കണം. അതിന് പാത്രത്തിൽ എണ്ണ വെച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാകാൻ വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഇത് ഓരോ ഉരുളകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് 2 വശവും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് മുരിച്ചെടുക്കണം. കരിഞ്ഞു പോകരുത്. ഉള്ളും പുറവും ഒക്കെ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ വറുത്തെടുത്താൽ നമുക്ക് ഉള്ളും പുറവും നല്ലപോലെ വെന്ത് കിട്ടും. ഇപ്പോൾ 1-2 പ്രാവശ്യം ഇത് തിരിച്ചിട്ട് കൊടുത്ത് 2 വശവും വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മളുടെ ഒരു ആദ്യത്തെ മഞ്ചൂരിയനുള്ളത് റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളത് കൂടെ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ അടുത്തത് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതുകൂടെ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ അതുകൂടെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു വേറൊരു പാത്രം അടുപ്പത്ത് വെക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ വറുത്ത എണ്ണ തന്നെയാണ് 2 സ്പൂണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2-3 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും 1 പച്ചമുളകും ചെറിയ സവോള അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. പച്ചമുളക് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ വേണമെന്നില്ല. ഇതിലേക്ക് 1.5 ടീസ്പൂണ് ചില്ലി സോസ്, 2 ടീസ്പൂണ് തക്കാളി സോസ്, 1.5 ടീസ്പൂണ് സോയ സോസ്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച സവോള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റണം. എല്ലാം നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാപ്സിക്കൊക്കെ ചേർക്കാം. ഞാനൊരു ചെറിയ സവോള കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്.
എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. പറ്റനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ല കുറച്ച് ഗ്രേവി വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മുടെ മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സവോള മഞ്ചൂരിയൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റുള്ള ഒരു മഞ്ചൂരിയനാണ്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി, ഒരേ ഒരു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് വളരെ ടേസ്റ്റിലി മഞ്ചൂരിയൻ ഉണ്ടാക്കാം. കുട്ടികൾക്കൊക്കെ ഇത് നല്ല ഇഷ്ടമാവും.